നമസ്കാരം. പ്രധാന വാർത്തകൾ. കുവൈത്ത് ദുരന്തം, മരണപ്പെട്ടവർക്ക് ഹൃദയഭേദകമായ യാത്രയയപ്പ്. പുലാമന്തോൾ സ്വദേശി ബാഹുലേയന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം ഷൊർണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് പ്രമുഖർ ഉൾപ്പെടെ വൻ ജനാവലി. തീവ്ര ഹൈന്ദവവൽക്കരണവും ഫാസിസവും കൈകോർത്തുള്ള നീക്കം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ ശേഷി കുറച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്ത് മുന്നോട്ടു പോകും. വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം. ഒറ്റപ്പാലം NSS കോളേജിൽ പ്രിൻസിപ്പാലിനെയും അധ്യാപകരെയും തടഞ്ഞുവെച്ച് SFIയുടെ പ്രതിഷേധം. പ്രിൻസിപ്പൽ രാഷ്ട്രീയ വൈരം വെച്ച് പെരുമാറുന്നുവെന്നും SFI. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം പ്രവൃത്തികൾക്ക് വിലങ്ങുതടിയായി ചെറായി കനാൽ പാലം പൊളിച്ചു പണിയൽ വൈകും. തിരിച്ചടി, റോഡ് നവീകരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ. ഡോക്ടർമാരില്ല. കടമ്പഴിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP മുടങ്ങി. ആശുപത്രിയിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തിങ്കളാഴ്ച ഡോക്ടർ എത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്ത് സ്വദേശി ബാഹുലേയന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. MP-മാർ, MLA-മാർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരുമെല്ലാം കണ്ണീരോടെ ബാഹുലേയന് യാത്ര നൽകി. കുവൈത്തിൽ നിന്നും ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ സഹോദരന്റെ ചേതനയറ്റ ശരീരം പുലാമന്തോൾ തിരുത്തിലെ വീട്ടിലെത്തി. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ബാഹുലേയന്റെ മൃതദേഹം നടപടികളെല്ലാം പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. റോഡരികിലും വഴിയിലും സമീപത്തെ വീടുകളിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കാത്തുനിന്നു. ബാഹുലേയന്റെ ചേതനയറ്റ ശരീരം കണ്ട അച്ഛൻ വേലായുധൻ, അമ്മ ഓമന, സഹോദരി തുഷാര, ഭാര്യ പ്രവീണ എന്നിവർ ദുഃഖം താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞു. ഉറ്റവർ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുന്ന കാഴ്ച ഹൃദയഭേദകമായി. വീട്ടിലെ കർമ്മങ്ങൾക്ക് ശേഷം സമീപത്തെ ബന്ധുവിന്റെ വീടിന് മുറ്റത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ബാഹുലേയന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. രാഷ്ട്രീയ നേതാക്കൾ, MP-മാർ, MLA-മാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, MP-മാരായ ET മുഹമ്മദ് ബഷീർ, PK ശ്രീകണ്ഠൻ, നജീബ് കാന്തപുരം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, മുൻ MLA CP മുഹമ്മദ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, BJP നേതാക്കളായ രവി തേലത്ത്, C കൃഷ്ണകുമാർ, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് S ശശിധരൻ, പെരിന്തൽമണ്ണ തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുവൈത്തിലെ സൂപ്പർ മാർക്കറ്റിൽ സെക്ഷൻ ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്നു ബാഹുലേയൻ. പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന കുടുംബത്തിന് ബാഹുലേയന്റെ മരണം തീരാ നോവായി. ബാഹുലേയൻ അവസാനമായി യാത്രയായി. മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.
കാൽനൂറ്റാണ്ട് കാലത്തെ തീവ്ര ഹൈന്ദവവൽക്കരണവും ഫാസിസവും കൈകോർത്തുള്ള നീക്കം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ ശേഷി കുറച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പെരിന്തൽമണ്ണയിൽ നടന്ന EMSന്റെ ലോകം ദേശീയ സെമിനാറിൽ ദേശീയ രാഷ്ട്രീയം EMSന് ശേഷം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. വിജയരാഘവൻ. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്ത് മുന്നോട്ടു പോകുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. EMSന് ശേഷം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഹൈന്ദവവൽക്കരണത്തിന്റെയും ഫാസിസത്തിന്റെയും കൈകോർത്തുള്ള പ്രവർത്തനങ്ങൾ കാരണം രാജ്യത്തെ ഇടതുപക്ഷ ഇടപെടലിന്റെ സ്വാധീനശേഷി കുറച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തുടർഭരണത്തിലെത്താൻ കഴിയും വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് ചെറിയ കാര്യമല്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കഴിഞ്ഞ 10-15 കൊല്ലമായി വലിയ ഇടിവ് നമ്മുടെ ഇടതുപക്ഷ സാന്നിധ്യത്തിന് പാർലമെന്ററി രംഗത്ത് വന്ന് ചേർന്നിരിക്കുകയാണ്. വളർച്ചയുടെ ഒരു കാലഘട്ടം തന്നെ കാണാൻ കഴിയും. പക്ഷേ വളരെ ഗുണകരമായ ഒരു കാര്യം ഈ ചരിത്ര നമ്മളെ സംബന്ധിച്ചൊരു പിന്നോക്കാവസ്ഥയിൽ സംഭവിക്കില്ല. അത് കേരളത്തിൽ തുടർച്ചയായി ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നു എന്നതാണ്. അതിന് നമ്മൾ ചുരുക്കി കാണുന്നത് ഈ EMSന്റെ കാലത്ത് ഒരിക്കലും നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാവുന്നില്ല. തെരഞ്ഞെടുപ്പിൽ നല്ല നല്ല നേട്ടങ്ങളും വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാമത്തെ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റും ഇതിൽ ഒന്നിച്ചു തോറ്റു. പിന്നീട് പല സന്ദർഭങ്ങളിലും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പോയത്. തുടർച്ചയായിട്ടുള്ള ഒരു ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയില്ല. എന്നാൽ ഏറ്റവും വലിയൊരു ഈ നമ്മുടെ ഈ തളർച്ചകൾക്കിടയിൽ വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകമാണ് കേരളത്തിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയായി അധികാരത്തിലേക്ക് വന്നു എന്നത്. അത് ചെറുതായി കണ്ടത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ തോതിൽ വലതുപക്ഷവൽക്കരിച്ച ഇന്ത്യയിൽ, തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് മേധാശക്തി കിട്ടിയ ഇന്ത്യയിലാണ് നമുക്ക് ആ മുന്നേറ്റം ഉണ്ടാക്കാനായത്. പല സംസ്ഥാനങ്ങളിലും വർഗീയത പറഞ്ഞും അതിന് കഴിയാത്തിടത്ത് അവിടുത്തെ സ്വാധീന ശക്തിയോട് സൗഹൃദം നടിച്ചുമാണ് BJP ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഒരു പരിധിവരെ ഇന്ത്യൻ ജനത അതിനെ പ്രതിരോധിച്ചു എന്നത് ആശാവഹമാണ്. ഇടതുപക്ഷത്തിന്റെയും കൂടി ഇടപെടലുകളിലൂടെ വളർന്നു വന്ന ദേശീയ സമരങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ മതതീവ്രവാദത്തെ ശക്തമായി എതിർക്കാൻ മുന്നിൽ നിന്നത് ഇടതുപക്ഷമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയുമെന്നും A. വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. BJP ജയിച്ചാലും ഇടതുപക്ഷം ദുർബലപ്പെട്ടു കാണണം എന്ന ആശയഗതിയെ മുറിച്ചു കടക്കുക തന്നെ ചെയ്യുമെന്നും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്ത് നമ്മൾ മുന്നോട്ടു പോകുമെന്നും A. വിജയരാഘവൻ വ്യക്തമാക്കി. മുതിർന്ന CPM നേതാവ് PP വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VP അനിൽ, C. ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. CS സുജാത, Dr. KN ഗണേഷ്, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കേരളം EMSനു ശേഷം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇത് സാധ്യമായ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇതെന്താ? അത്തരത്തിലൊരു സാധ്യമായ കമ്മ്യൂണിസം ഈ ഫെഡറൽ സംവിധാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഈ മുതലാളിത്ത വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ ചെറിയ അന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോലെന്താ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ജനകീയ ആസൂത്രണം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ദസീലിലും പോർട്ടോലയിലും മറ്റും അധികാര കേന്ദ്രത്തിലെ പരീക്ഷകൾ നടന്നത് നമുക്കറിയുന്നില്ല. PK സൈനബ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ജെക്സി തോമസ്, അജിത് കൊളാടി, പ്രൊഫസർ MM നാരായണൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. VP സക്കറിയ, K. ശ്യാംപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിലായി 5 സെമിനാറുകളാണ് 27ാമത് EMSന്റെ ലോകം ദേശീയ സെമിനാറിന്റെ ഭാഗമായി നടന്നത്. ഒറ്റപ്പാലം NSS കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും തടഞ്ഞുവെച്ച് SFIയുടെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസിൽ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചാണ് പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും ഓഫീസ് റൂമിൽ പൂട്ടിയിട്ടത്. കോളേജിനു വേണ്ടി കായികമേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടേതുൾപ്പെടെയുള്ളവരുടെ അറ്റൻഡൻസിൽ ക്രമക്കേട് കാണിച്ചു എന്നാണ് SFIയുടെ ആരോപണം. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ നിലപാടിനോടുള്ള പ്രിൻസിപ്പലിന്റെ വൈരാഗ്യമാണ് SFI പ്രവർത്തകരെ തെരഞ്ഞെടുത്ത് അറ്റൻഡൻസ് ക്രമക്കേടിന് ഇടവരുത്തിയതെന്നും നേതാക്കൾ ആരോപിച്ചു.
വിഷയം പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എത്തിയ SFI നേതാക്കളോട് അപമര്യാദയായി പെരുമാറിയതായും ആരോപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ തുടങ്ങിയ ചർച്ചകൾക്ക് 1 മണിയായും പരിഹാരം കാണാതായതോടെയാണ് അധ്യാപകരെയും പ്രിൻസിപ്പാളെയും ഓഫീസിൽ പൂട്ടിയിട്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുമായും പ്രിൻസിപ്പലുമായും ചർച്ച നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് SFI നേതാക്കൾ പറഞ്ഞു. ഇന്നലെ തൊട്ട് ഇവിടെ ഒരു വിദ്യാർത്ഥി സ്പോർട്സിന്റെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് അവൻ ഈ കോളേജിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിരുന്നു. ആ ദിവസത്തെ അറ്റൻഡൻസിന് വേണ്ടി റിക്വസ്റ്റ് ആയിട്ട് അവൻ ചെന്ന സമയത്ത് ആ റിക്വസ്റ്റ് ലെറ്ററിൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് HODയുടെയും അവന്റെ ഡിപ്പാർട്ട്മെന്റ് HODയുടെയും അവന്റെ ട്യൂറ്ററുടെയും സൈൻ വെച്ചിട്ടാണ് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പളുടെ അടുത്തേക്ക് വരിക. അവർ അറ്റൻഡൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ അടുത്തേക്ക് പരാതിയായിട്ട് വരികയാണ് ഉണ്ടായത്. അത് പരിശോധിച്ച സമയത്ത് നമ്മൾ ബാക്കിയുള്ള അറ്റൻഡൻസ് കൂടി പരിശോധിച്ച സമയത്ത് ഈ മാസം ഈ ക്യാമ്പസിലേക്ക് വരാത്ത ചില ആളുകൾക്ക് പോലും വലിയ രീതിയിൽ അറ്റൻഡൻസ് കൊടുക്കുന്ന ഒരു ക്രമക്കേട് അതിവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് വരാത്ത വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് ഉണ്ട്, വന്ന വിദ്യാർത്ഥികൾക്കും വരാത്ത വിദ്യാർത്ഥികളും ഒരേപോലെയാണ് അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വരാത്ത വിദ്യാർത്ഥികളെ കുറച്ച് പേര് നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് ഇവരെല്ലാവരും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ അറ്റൻഡൻസ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത്. അത് മുഴുവൻ KSUവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. അത് ചോദ്യം ചെയ്താണ് നമ്മൾ ചെയ്തത്. അങ്ങനെ നമ്മൾ 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഈ സ്പോർട്സിന്റെ പയ്യന്റെ അറ്റൻഡൻസ്, അത് അവന് ന്യായമായിട്ടുള്ള കാര്യം. ഈ കോളേജിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥിയാണ്, അവന് അവകാശപ്പെട്ട അറ്റൻഡൻസ് അവന് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള ഈ ഒരുപാട് KSU നേതാക്കളുടെ അറ്റൻഡൻസ് അത് പരിശോധിക്കണം. നമ്മളെ ഒരു വിദ്യാർത്ഥി പ്രതിനിധി, നമ്മൾ ഈ വിഷയം ഉണ്ടാക്കി ഉൾപ്പെടെയായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അവർ ആദ്യം അംഗീകരിച്ചില്ല. പിന്നെ CI ഉൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെ വരികയും CI വെച്ചിട്ട് നമ്മൾ സമാധാന യോഗം കൂടുകയും ആ യോഗത്തിലാണ് പ്രിൻസിപ്പൽ സമ്മതിച്ചത്. അതായത് ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് മുഴുവൻ പുനഃപരിശോധന നടത്താം, ഒരു വിദ്യാർത്ഥി പ്രതിനിധിയും ഈ പോലീസുകാരിൽ ഒരാൾ ഇരിക്കാം, എന്നിട്ട് അറ്റൻഡൻസ് മുഴുവൻ പുനഃപരിശോധിക്കാം എന്ന് പറഞ്ഞത് അതിന് ശേഷമാണ്. കടമ്പഴിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം. BJP പ്രവർത്തകരും പൊതുജനങ്ങളും മെഡിക്കൽ ഓഫീസറെ തടഞ്ഞുവെച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം OP അവധിയായിരിക്കുമെന്ന് ആശുപത്രി OPയുടെയും ഫാർമസിക്ക് സമീപവും ഒരു പേപ്പറിൽ എഴുതിവെച്ച് ആശുപത്രി അടച്ചാവസ്ഥയിലായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകരും പൊതുജനങ്ങളും മെഡിക്കൽ ഓഫീസറെ തടഞ്ഞുവെച്ചത്. ഈവനിംഗ് OPയിലെ ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചതോടെയാണ് ആശുപത്രിയിലേക്ക് വരുന്ന നൂറുകണക്കിന് രോഗികൾക്ക് ചികിത്സ കിട്ടാത്ത അവസ്ഥയുണ്ടായത്. 6 ഡോക്ടർമാർ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 3 ഡോക്ടർമാർ മാത്രമാണുള്ളത്. ഈവനിംഗ് OPയിലെ ഡോക്ടറെ കൂടാതെ മറ്റു 2 ഡോക്ടർമാരിൽ ഒരാൾ വിദേശത്തും മറ്റൊരാൾ അവധിയിലുമാണ്. മഴക്കാല രോഗങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെ ഡോക്ടർമാരുടെ സേവനം കുറഞ്ഞത് വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം BJP ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. പൊതുജന ആരോഗ്യ സമിതിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് DMOയുമായി നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച ഈവനിംഗ് OPയിൽ ഡോക്ടറെ നിയമിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി BJP നേതാക്കൾ പറഞ്ഞു. തിങ്കളാഴ്ചയും നടപടിയായില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ശ്രീകൃഷ്ണപുരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൃത്യമായ ഡോക്ടർ സംവിധാനം ഇല്ലാത്തത് കാരണം ഇടവിട്ട ദിവസങ്ങളിലാണ് വൈകുന്നേര സമയങ്ങളിൽ OP സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ധർണ സമരം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം DMOവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ ഇവിടെ ഡോക്ടർ സംവിധാനം ഉറപ്പുവരുത്താമെന്ന് വാക്ക് തന്നതാണ്. DMO അടക്കമുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ ഉറപ്പ് തന്നതാണ്. എന്നാൽ ഈ സമരം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇന്ന് ഈ വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്.
DMOൻ്റെ അടുത്തു നിന്നും നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ളൊരു സംവിധാനം ഉറപ്പു തന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 7.5 ലക്ഷം നികുതി ചുമത്തിയ മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ നാരായണസ്വാമിയുടെ കെട്ടിടങ്ങൾക്ക് നികുതി ഇളവ് നൽകാൻ മണ്ണാർക്കാട് നഗരസഭാ തീരുമാനം. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾക്ക് ഭീമമായ തുക നികുതി ചുമത്തിയത് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. കെട്ടിട നമ്പർ 11/46 മുതൽ 11/56 വരെയുള്ള കെട്ടിടങ്ങളുടെ 2016-2017 മുതലുള്ള വസ്തുനികുതി പരിഷ്കരണ കുടിശ്ശിക ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാരായണസ്വാമി കത്ത് നൽകിയിരുന്നു. 4 മുറികൾ പൂർണ്ണമായും ജീർണാവസ്ഥയിലാണെന്ന പരിശോധനയിൽ വ്യക്തമായതിനാൽ ഈ കെട്ടിടങ്ങളുടെ നികുതി റദ്ദാക്കുന്നതിന് സെക്രട്ടറി M. സതീഷ് കുമാർ ശുപാർശ ചെയ്തു. 11/50, 11/51 നമ്പറുകളിലുള്ള കെട്ടിടങ്ങൾ വാണിജ്യ വിഭാഗത്തിൽ നിന്ന് വാസഗൃഹമാക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകാൻ കൗൺസിൽ നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകി. നിലവിൽ വീടായും കടമുറിയായും ഉപയോഗിക്കുന്ന 7 മുറികൾക്ക് നികുതി ഈടാക്കാനും തീരുമാനമായി. കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. ലോക കേരള സഭയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി മണ്ണാർക്കാട് സ്വദേശി സന്ദീപ് കോക്കൂൾ. വ്യവസായ രംഗത്തെ മികവ് പരിഗണിച്ചാണ് ക്ഷണം ലഭിച്ചത്. ബാംഗ്ലൂരുവിലെ പ്രമുഖ ടെക്സ്റ്റൈൽ വ്യവസായിയാണ് മണ്ണാർക്കാട് തെങ്കർ സ്വദേശിയായ സന്ദീപ്. വസ്ത്രനിർമ്മാണ മേഖലയിലെ പ്രശസ്ത സ്ഥാപനമായ കോക്കൂൺ അപ്പാരൽസിന്റെ ഡയറക്ടറാണ്. സ്കോട്ട് വിൽസൺ, വാരിയർ, മൗര്യവസ്ത്ര, പീറ്റർ സ്കോട്ട് തുടങ്ങിയ ബ്രാൻഡുകളുടെ നിർമ്മാതാവ് കൂടിയായ അദ്ദേഹം ഫാഷൻ രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. മികച്ച സംരംഭകനും ടെക്സ്റ്റൈൽ എക്സ്പോർട്ടറുമാണ്. ഇന്ത്യയിലെ സിൽക്ക് നിർമ്മാണ രംഗത്തും പ്യുവർ സിൽക്ക് എക്സ്പോർട്ടിംഗ് രംഗത്തും വിവാഹവസ്ത്ര വിപണിയിലും ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് കോക്കൂൺ അപ്പാരൽസ്. വ്യവസായ രംഗത്തെ മികവിനുള്ള അംഗീകാരമാണ് ലോക കേരള സഭയിലേക്കുള്ള ക്ഷണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് മേഖലയിൽ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വനം വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി. കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകണമെന്നും ദ്രുതകർമ്മസേന ഉണർന്ന് പ്രവർത്തിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയ മുറിയക്കണ്ണി, തിരുവിഴാംകുന്ന്, അമ്പലപ്പാറ, കച്ചേരിപ്പടി, കണ്ടമംഗലം, മുണ്ടക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലയുറപ്പിച്ച കാട്ടാനകളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മുറിയക്കണ്ണി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരിപ്പടി ഫോറസ്റ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകിയത്. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ജീവന് ഭീതി ഉണ്ടാക്കുന്നതോടൊപ്പം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമായിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തുന്നതിന് ആവശ്യമായ നടപടികൾ വനം വകുപ്പ് കൈക്കൊള്ളണമെന്നും കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം തുക നൽകണമെന്നും ദ്രുതകർമ്മസേന ഉണർന്നു പ്രവർത്തിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് മുറിയക്കണ്ണി യൂണിറ്റ് പ്രസിഡന്റ് സുഹൈൽ കെ, ഷൗക്കത്ത് ടി, മുസദിഖ് ടി, വസീം അഹമ്മദ്, നെയ്ം അഹമ്മദ്, ശിവരാജ് ടി, ദിൽഷാദ് KM, ആദിൽ N തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ വിലങ്ങുതടിയായി ചെറായ കനാൽ പാലം പൊളിച്ചു പണിയൽ വൈകും. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 45 കോടി രൂപ ചെലവിലാണ് ടിപ്പു സുൽത്താൻ റോഡ് നവീകരിക്കുന്നത്. കോങ്ങാട് മുതൽ മണ്ണാർക്കാട് വരെയുള്ള 17 കിലോമീറ്റർ ആദ്യഘട്ട ടാറിങ്ങായ ബിറ്റുമിൻ മക്കാടം ചെയ്തു. അടുത്ത ഘട്ട ടാറിങ്ങായ ബിറ്റുമിൻ കോൺക്രീറ്റും കൂടി ചെയ്യുന്നതോടെ റോഡ് നവീകരണം പൂർത്തിയാകും. അഴുക്കുചാൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും പൂർത്തിയായി. 45 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയായെങ്കിലും വലിയ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ ചെറായ കനാലിന് കുറുകെയുള്ള പാലം പൊളിച്ചു പണിയണം. 2022 പണി പൂർത്തിയാക്കേണ്ടിയിരുന്ന റോഡ് നവീകരണം 2 വർഷം വൈകിയാണ് പൂർത്തിയാകുന്നത്. അപ്പോഴും റോഡിലെ കനാൽ പാലം പുതുക്കി പണിയാൻ നടപടികളായിട്ടില്ല. കേരള റോഡ് ഫണ്ട് ബോർഡ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് ഇറിഗേഷൻ വകുപ്പ് അനുമതി നിഷേധിച്ചതാണ് പാല നിർമ്മാണം വൈകാൻ കാരണമായി പറയുന്നത്. ഇറിഗേഷൻ വകുപ്പിൻ്റെയും കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചുള്ള പാലം നേരത്തെ അനുവദിച്ച തുക കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് റിവൈസ് ചെയ്ത എസ്റ്റിമേറ്റ് KRFBക്ക് നൽകിയിട്ടുണ്ട്. ഈ എസ്റ്റിമേറ്റിന് അനുമതി ലഭിച്ചാലേ പാലം പൊളിച്ചുപണി നടക്കുകയുള്ളൂ. 45 കോടിയുടെ റോഡ് വികസനം പൂർണ്ണതയിലെത്തണമെങ്കിൽ ചെറായ കനാൽ പാലം കൂടിയും പൂർത്തിയാക്കണം.
ലുക്കീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചെർപ്പശ്ശേരി കരുമാനാംകുറിശി ആലിക്കൽ വിജയന്റെ മകൾ 7 വയസ്സുകാരി സർവശ്രീയുടെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ നാട് ഒരുമിച്ച് രംഗത്ത്. 50 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ചെർപ്പശ്ശേരിയിൽ വിപുലമായ യോഗം വിളിച്ചു ചേർത്തു. ലുക്കീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് കരുമാനാംകുറിശി ആലിക്കൽ വിജയന്റെ മകൾ 7 വയസ്സുകാരി സർവശ്രീ. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടത് 50 ലക്ഷം രൂപയാണ്. എന്നാൽ ഇത്രയും വലിയ തുക കണ്ടെത്താൻ കുടുംബത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ ചെർപ്പശ്ശേരി നഗരസഭാ അധ്യക്ഷൻ ചെയർമാനായുള്ള ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരുന്നുണ്ട്. എന്നാൽ വലിയ തുക കണ്ടെത്താൻ കൂട്ടായ പ്രയത്നം വേണ്ട സാഹചര്യത്തിലാണ് ചെർപ്പശ്ശേരിയിൽ വിപുലമായ യോഗം വിളിച്ചു ചേർത്തത്. വ്യാപാരികൾ, ഓട്ടോ ടാക്സി പ്രതിനിധികൾ, KBTA ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കൗൺസിലർമാർ, മറ്റ് പൗരപ്രമുഖർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നമുക്കെന്തായാലും 50 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. 50 ലക്ഷം രൂപ കണ്ടെത്തുക എന്നുള്ളതല്ല, കെട്ടുന്ന പ്രവർത്തനം നടത്താതെ 50 ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയും. അപ്പം അതുകൊണ്ടാണ് വീണ്ടും യോഗങ്ങൾ ചേർന്ന് ഈ 50 ലക്ഷം നമ്മൾ ദിവസം കലക്ഷൻ നടത്തി 5 ലക്ഷം രൂപ കളക്ട് ചെയ്ത് അവിടെ ഇട്ട് വീണാൽ നമ്മൾ ചെയ്തതിന് പകരം എല്ലാ ആളുകളും ഒത്തുചേർന്ന് നമ്മുടെ നഗരസഭയിലെ ഒരു കുട്ടിക്ക്, ഒരു 7 വയസ്സായ കുട്ടിക്ക് വന്ന അപകടത്തെ അതിജീവിക്കാനുള്ള ശേഷി നമുക്കുണ്ടതാണ്. എല്ലാവരും ഫലവത്തായി വിനിയോഗിച്ചാൽ നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ അത്രയും പൈസ കണ്ടെത്താൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം. 50 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്മിറ്റി കൂടി അവിടെ തീരുമാനിച്ച ആവില്ല എന്ന് ഉറച്ച വിശ്വാസം കൊണ്ട് എല്ലാ വാർഡിലും അവിടുത്തെ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഉൾപ്പെടുത്തുന്നത് ഓരോ യോഗങ്ങൾ വിളിച്ച് ചേർക്കാനും ആ യോഗത്തിൽ വെച്ച് അതിനാവശ്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചു. MR രാജേഷ് അസുഖത്തെക്കുറിച്ചും മറ്റ് ചികിത്സാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. P. രാംകുമാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C. കമലം എന്നിവരും സംസാരിച്ചു. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും സബ് കമ്മിറ്റി രൂപീകരിച്ച് വ്യാപകമായ പ്രചാരണം നടത്തി ഫണ്ടുകൾ കണ്ടെത്താനും 23-ന് എല്ലാ വാർഡുകളിലും ഒരേ സമയം കാരുണ്യ വിപ്ലവം എന്ന പേരിൽ ബക്കറ്റ് പിരിവിലൂടെ ഫണ്ട് സമാഹരണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. സ്വതന്ത്രമായി ഫണ്ട് സമാഹരണം നടത്താമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ അറിയിച്ചു. ചികിത്സാ കമ്മിറ്റി കൺവീനർ NM ശ്രീജിത്തിന്റെ പേരിൽ കനറ ബാങ്ക് ചെർപ്പശ്ശേരി ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേ സ്കാൻ ചെയ്തും സഹായങ്ങൾ നൽകാവുന്നതാണ്. അമ്പലപ്പാറയിൽ വെള്ളക്കെട്ടിൽ വലഞ്ഞിരുന്ന വ്യാപാരികൾക്കും യാത്രക്കാർക്കും ആശ്വാസമായി മഴവെള്ള ചാലുകളുടെ നിർമ്മാണം തുടങ്ങി. അമ്പലപ്പാറ സെന്ററിൽ മണ്ണൂർ റോഡിലും പഞ്ചായത്ത് ഓഫീസിന് സമീപവുമാണ് ചാൽ നിർമ്മാണം നടത്തുന്നത്. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ മഴവെള്ളച്ചാലിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന്റെ സംസ്ഥാനതല ടാസ്ക് ഫോഴ്സ് പദ്ധതിയിൽ നിന്നുള്ള 25 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2 സ്ഥലങ്ങളിലായി ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം. മഴ ശക്തമായെന്ന് പെയ്താൽ പിന്നെ മണ്ണൂർ റോഡ് തുടങ്ങുന്ന ഭാഗം വെള്ളക്കെട്ടിൽ നിറയും. ഇത് വ്യാപാരികളെയും യാത്രക്കാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം തെറിക്കുന്നതായിരുന്നു പ്രശ്നം. തീപ്പെട്ടി കമ്പനി വളവിന് സമീപമാണ് വൻതോതിൽ വെള്ളം കെട്ടിനിന്ന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നത്. 2 വശങ്ങളും ഉയർന്ന ഭാഗമായിരുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതായിരുന്നു പ്രശ്നം. തുടർന്നാണ് വ്യാപാരികളുടെയും പഞ്ചായത്തിൻ്റെയും ആവശ്യപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. ആദ്യഘട്ടത്തിൽ അമ്പലപ്പാറ സെൻട്രൽ മണ്ണൂർ റോഡിൽ സർവീസ് ബാങ്കിന് സമീപം വരെയും പഞ്ചായത്ത് ഓഫീസ് സമീപത്ത് തീപ്പെട്ടി കമ്പനി വളവ് മുതൽ അംബേദ്കർ കോളനി റോഡ് ഭാഗം വരെയുമാണ് ചാൽ വരുന്നത്. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ നടക്കും. കൂട്ടായ്മയിൽ അംഗത്വം എടുക്കുന്നവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് 2019 തുടങ്ങിയ ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ. പഞ്ചായത്തിലെ പ്രവാസികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമിട്ട് സംഘടന നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തി വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടായ്മയിൽ അംഗത്വം എടുക്കുന്ന മെമ്പർമാർക്ക് മരണാനന്തര ധനസഹായം,
ഗുരുതരമായ രോഗത്താൽ ഭീമമായ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം, മെമ്പർമാരുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനു വേണ്ട സഹായം തുടങ്ങിയവ സംഘടന നൽകുന്നുണ്ട്. കൂട്ടായ്മയുടെ വാർഷിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജൂൺ 15 മുതൽ ആഗസ്റ്റ് 14 വരെ നടക്കുകയാണെന്നും പഞ്ചായത്തിലെ എല്ലാ പ്രവാസികളും കൂട്ടായ്മയുടെ ഭാഗമാകാൻ മുന്നോട്ട് വരണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. നമ്മൾ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ 2024 മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത്. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ 2019 കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ രജിസ്റ്റേർഡ് സംഘടനയായി രൂപീകരിച്ച പഞ്ചായത്തിലെ പ്രവാസികളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രശംസനീയമായ നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളിലും ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായ ഇന്നുവരെ കൂട്ടായ്മയിൽ അംഗത്വം എടുക്കാത്ത എല്ലാ അംഗങ്ങളെയും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കൂട്ടായ്മയുടെ തൂവൽ സ്പർശം ആ പദ്ധതി പ്രകാരം മെഡിക്കൽ ഉപകരണങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകി വരുന്നുണ്ട്. കൂടാതെ പിന്നെ കൂട്ടായ്മയുടെ അംഗങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് മംഗല്യനിധി എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായി 10,000 രൂപ വരെ നമ്മൾ കുടുംബങ്ങൾക്ക് പാരിതോഷികമായി നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പദ്ധതികൾ. പിന്നെ പല പദ്ധതികളും ഉണ്ട് നമ്മളുടെ ഇനിയും ഭാവിയിൽ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ പ്രത്യേക പ്രിവിലേജോടെ ഷെയറുകൾ എടുക്കാനുള്ള അവസരവും നിലവിൽ മെമ്പർമാർക്ക് നൽകി വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് അലി മണ്ണേങ്ങോട്, കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ്, എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ്, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേങ്ങോട്, എക്സിക്യൂട്ടീവ് മെമ്പർ KT ഉമ്മർ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തച്ചനാട്ടുകര റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തമായ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് സൊസൈറ്റിയുടെ പഴയ ഓഫീസിന് സമീപത്താണ് പുതിയ കെട്ടിടവും. തച്ചനാട്ടുകര, കോട്ടോപ്പാടം പഞ്ചായത്തുകൾ പ്രവർത്തന മേഖലയായുള്ള തച്ചനാട്ടുകര റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി. കൊടക്കാടുള്ള സൊസൈറ്റിയുടെ പഴയ ഓഫീസിന് സമീപം കുണ്ടൂർക്കുന്ന് റോഡിലാണ് കെട്ടിടം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് ഓരോ സഹകരണ മേഖലയുടെയും വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ അതൊരു അർപ്പണമാണ്. പൂർണ്ണമായി സഹകാരികളുടെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണമായ അർപ്പണബോധത്തോടുകൂടി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ്. ഈ 10 വർഷം കൊണ്ട് ഇത്രയും ആളുകൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപം നടത്തി എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. അത് ഈ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും
അവിടുത്തെ ജീവനക്കാരും എല്ലാവരും സൃഷ്ടിച്ചെടുത്ത ഒരു വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയാണ് ഈ ബാങ്കിന് നിലനിർത്തുന്നത്. 2 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ളതാണ് കെട്ടിടം. മുകൾ നിലയിലെ കോൺഫറൻസ് ഹാൾ എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് പ്രയാസങ്ങൾ ഇല്ലാതെ സാമ്പത്തിക ഇടപാട് നടത്താൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ സഹകരണ മേഖല വലിയ തോതിൽ വളർന്നതെന്ന് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. സാധാരണക്കാരൻ്റെ, ഗ്രാമീണ ജനതയുടെ, കർഷകൻ്റെ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ധനകാര്യ സ്ഥാപനം. മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഒരുപാട് നൂലാമാലകളാണ്. ഇതിൻ്റെ ഭരണാധികാരികൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, നമുക്കിടയിലുള്ളവരാണ്. പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും ഡയറക്ടർമാരായാലും ഒക്കെ നമുക്ക് അടുത്തറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു ലോണ് കിട്ടുക എളുപ്പമാണ്. നമ്മുടെ ചെറിയ നിക്ഷേപങ്ങൾ അത് സൂക്ഷിക്കാനും അവർക്ക് കഴിയും. അങ്ങനെയാണ് ഈ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ വളരെ ശക്തിയാർജിച്ചത്. ആദ്യ നിക്ഷേപവും എൻ ഷംസുദ്ദീൻ MLA സ്വീകരിച്ചു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം DCC പ്രസിഡന്റ് A തങ്കപ്പൻ നിർവഹിച്ചു. സേഫ് ലോക്കർ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. തച്ചനാട്ടുകര റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K മധുസൂദനൻ അധ്യക്ഷനായി. സംഘം ഡയറക്ടർ സൈദലവി പാലോട്, KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KPM സലീം, അക്കര ജസീന, പാലക്കാട് JRP ഉദയൻ, മണ്ണാർക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു, PR സുരേഷ്, T സുരേഷ്, NK ജയരാജൻ, P കൃഷ്ണദാസ്, ഹംസപ്പ, C ജയൻ, P ഹഫീസ്, M തങ്കം, ബീന മുരളി, TP അഖിൽദേവ്, K അജയ്കുമാർ, സംഘം ഡയറക്ടർ വിശ്വനാഥൻ, സംഘം ജീവനക്കാരായ A ഷിബി ഗോവിന്ദ്, M മഞ്ജുള, K രജിഷ, NP മഷൂദ്, K സലീന തുടങ്ങിയവർ പങ്കെടുത്തു. 42 അംഗങ്ങളും 2,42,000 രൂപ മൂലധനവുമായി 2014 നിലവിലെ പ്രസിഡന്റായ K മധുസൂദനന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിക്ക് രൂപം നൽകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി 19/7/2014 നിലവിൽ വന്നു. K മധുസൂദനൻ പ്രസിഡന്റായും PT അബ്ദുസലാം ഓണററി സെക്രട്ടറിയുമായി ഓഫീസിന്റെ പ്രവർത്തനം കൊടക്കാട് ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിലെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി 806 A ക്ലാസ് അംഗങ്ങൾ ഉൾപ്പെടെ 4140 പേരിലേക്ക് അംഗസംഖ്യ ഉയരുകയും 1,28,00,000 രൂപ മൂലധനമായി പിരിഞ്ഞു കിട്ടുകയും ചെയ്തു. ഇതോടെ 15,70,00,000 രൂപയിലേക്ക് ഡെപ്പോസിറ്റ് വർദ്ധിച്ചു. വിവിധതരം വായ്പകളിലൂടെ സംഘം 14,70,00,000 രൂപ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ സ്ഥാപനത്തിന് അംഗത്വമുണ്ട്. ക്ലാസ് 4 ക്ലാസിഫിക്കേഷനിലുള്ള സംഘത്തിൽ 3 സ്ഥിരം ജീവനക്കാരുണ്ട്. 2017-2018 ഓഡിറ്റ് വർഷം മുതൽ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ലാഭത്തിൽ നിന്നും സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് നിലവിലെ ഓഫീസിന്റെ അടുത്തായി 33 ലക്ഷം രൂപ ചെലവിൽ 2021 13 സെന്റ് സ്ഥലം വാങ്ങിയത്. ഇതിൽ കെട്ടിടം നിർമ്മിക്കാനായി NCDCയെ സമീപിക്കുകയും 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. 78,13,226 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും കെട്ടിട നിർമ്മാണത്തിനായി JR പാലക്കാടിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചു. അനുവദിച്ച 28,13,226 രൂപ ഉപയോഗിച്ചാണ് ഇന്ന് ഈ കാണുന്ന കെട്ടിടം നിർമ്മിച്ചത്. ക്ലാസ് 2വിലേക്ക് വേണ്ട യോഗ്യതകൾ കൈവരിക്കുകയും അതിന് അനുമതിക്കായി JRന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും വർഷങ്ങളിൽ പ്രവർത്തന പരിധിക്കുള്ളിൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് തെയ്യോട്ടിച്ചിറ കമ്മുസുഫി മഖാമിൽ 7 ദിവസമായി നടന്നുവന്ന ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. സമാപന നാളിൽ നടത്തിയ അന്നദാനത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തു. ജാതിമതഭേദമന്യേ ഏവരും പങ്കെടുക്കുന്ന നേർച്ചയാണ് തെയ്യോട്ടിച്ചിറ കമ്മുസുഫി മഖാമിൽ. മൗലിദ് പാരായണത്തിന് ശേഷം രാവിലെ 8 മണിയോടെ ആരംഭിച്ച നേർച്ച ഭക്ഷണ വിതരണം വൈകിട്ട് 6 മണിയോടെയാണ് സമാപിച്ചത്. 18 ടൺ അരിയുടെ ചോറും 8 ടൺ ഇറച്ചിയുമാണ് അന്നദാനത്തിനായി തയ്യാറാക്കിയത്. 10,000-ങ്ങളാണ് നേർച്ചയുടെ ഭാഗമായത്. വളരെ ചിട്ടയോടെ തിക്കും തിരക്കുമില്ലാതെ നേർച്ചച്ചോർ വിതരണത്തിനായി 100-കണക്കിന് വളണ്ടിയർമാരും രംഗത്തുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ നേർച്ച പൂർത്തിയാക്കാനായെന്ന് കൺവീനർ മുസ്തഫ അഷ്റഫി കക്കുപടി പറഞ്ഞു. തെന്നിന്ത്യയിലെ അത്യുന്നത തീർത്ഥാടന കേന്ദ്രമായ തെയ്യോട്ടിച്ചിറ കമ്മുസുഫി നബറല്ലാഹു മർക്കദയുടെ ആണ്ട് നേർച്ച കഴിഞ്ഞ 6-ാം തീയതി ആരംഭിക്കുകയും മതപ്രഭാഷണം, ദിക്റുദ്വാ സമ്മേളനം, സന്നദ്ധാന സമ്മേളനം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഇന്ന് ഈ കാണുന്ന അന്നദാനത്തോടുകൂടെ ഇവിടെ സമാപനം കുറിക്കപ്പെടുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളായിക്കൊണ്ട് തെയ്യോട്ടിച്ചിറയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നിവിടെ രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഈ അന്നദാനം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മതക്കാരും മഹാനായ കമ്മുസുഫി നബറല്ലാഹു മർക്കദിൻ്റെ പേരുള്ള ഈ ഒരു
വിശിഷ്ടമായ ഭക്ഷണത്തിന് വേണ്ടി ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പതിനായിരങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നടക്കുന്ന അന്നദാനത്തിനു വേണ്ടി എത്തിച്ചേരാറുള്ളത്. അബ്ദുൽ ഷുക്കൂർ മദനി, മഹൽ പ്രസിഡന്റ് മൊയ്തീൻ മുസ്ലിയാർ, സെക്രട്ടറി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, ജലീൽ അച്ചിപ്ര, മുഹമ്മദ് അലി മുസ്ലിയാർ, അഷ്റഫ് ഇരുമ്പൻ, ഫിറോസ് ഹുദവി, നാസർ അൻവരി, ഹംസ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. മുൻകാല CPM നേതാവായിരുന്ന K. നാരായണനെ കടമ്പഴിപ്പുറത്ത് അനുസ്മരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയത്. കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ജയിൽവാസങ്ങളും നിത്യസംഭവങ്ങളായി. നാരായണന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള നേതാക്കളായി ജയിലിൽ കിടക്കാത്തവരായി ഉണ്ടായി. ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമാകാത്ത ഒരാളും ഉണ്ടാകില്ല. K. നാരായണൻ സ്മാരക സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെയും കിടപ്പിലായ രോഗികൾക്ക് കൊടുക്കുന്ന ഉപകരണങ്ങളുടെയും വിതരണം ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ നിർവഹിച്ചു. K. രാമചന്ദ്രൻ അധ്യക്ഷനായി. P. സുബ്രഹ്മണ്യൻ, C. കൃഷ്ണൻകുട്ടി, ശ്രീവത്സൻ, V. A. മുരുകൻ, സ്വാതന്ത്ര്യ കേന്ദ്രം ഭാരവാഹികളായ P. സുരേഷ്, P. ഷാജി, C. രമേശ് എന്നിവർ പങ്കെടുത്തു. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികളും ഉപകരണങ്ങളും അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുവൈത്ത് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രസിഡന്റ് രായൻ കീഴ്ശ്ശേരി, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, സെക്രട്ടറി അഷ്റഫ് അലി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈത്ത് ദുരന്തം, മരണപ്പെട്ടവർക്ക് ഹൃദയഭേദകമായ യാത്രയയപ്പ്. പുലാമന്തൂർ സ്വദേശി ബാഹുലേയന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം ഷൊർണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് പ്രമുഖർ ഉൾപ്പെടെ വൻ ജനാവലി. തീവ്ര ഹൈന്ദവവൽക്കരണവും ഫാസിസവും കൈകോർത്തുള്ള നീക്കം രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ ശേഷി കുറച്ചെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്ത് മുന്നോട്ടു പോകും. വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം. ഒറ്റപ്പാലം NSS കോളേജിൽ പ്രിൻസിപ്പാലിനെയും അധ്യാപകരെയും തടഞ്ഞുവെച്ച് SFIയുടെ പ്രതിഷേധം. പ്രിൻസിപ്പൽ രാഷ്ട്രീയ വൈരം വെച്ച് പെരുമാറുന്നുവെന്നും SFI. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം പ്രവൃത്തികൾക്ക് വിലങ്ങുതടിയായി ചെറായി കനാൽപ്പാലം. കനാൽപ്പാലം പൊളിച്ചു പണിയൽ വൈകും. തിരിച്ചടി, റോഡ് നവീകരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കും. ഡോക്ടർമാരില്ല. കടമ്പഴിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP മുടങ്ങി. ആശുപത്രിയിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തിങ്കളാഴ്ച ഡോക്ടർ എത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായി പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.